ഹലോ ഗായ്സ്, നമുക്കിന്നൊരു സിമ്പിളായിട്ട് 2 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കമ്മൽ ചെയ്തെടുത്താലോ? ഫസ്റ്റ് വൺ ഇതുപോലത്തെ ഒരു സീക്വൻസ് ഫ്ലവർ വേണം. ഞാൻ പിങ്ക് കളറാണ് എടുത്തത്. പിന്നെ ഈ ഒരു ഗോൾഡ് കളർ സ്റ്റോൺസ്, പിന്നെ നമ്മളെ മെയിൻ ബേസ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, പിന്നെ ഈ 2 ടൂള്, പിന്നെ ഏതെങ്കിലും ഒരു ഗ്ലൂ. ഞാൻ ഈ ഒരു ഗ്ലൂ ആണ് എടുത്തത്. പിന്നെ നമ്മളെ കമ്മലിൻ്റെ ടൂൾസ്. പിന്നെ നമുക്ക് തുടങ്ങിയാലോ ഇതൊക്കെ വെച്ചിട്ട്? ഫസ്റ്റ് വൺ ഞാൻ ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ ഞാനിത് ആ ഒരു ഷീറ്റിൽ ഇങ്ങനെ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയറായിട്ട് 1 സീക്വൻസ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡായിട്ട് 2 എണ്ണമായിട്ട്, അങ്ങനെ അടുത്ത ലെയർ 3. അപ്പോൾ 1 2 3 2 1 ആ ഒരു ഇതിൽ, അതായത് മേലേന്ന് കോണും താഴേന്ന് കോണ് പോലെ ആ ഒരു ഷേപ്പിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾ വീഡിയോയിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഗൈസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഞാൻ ഇട്ട വീഡിയോയിലേക്ക് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചിലരൊക്കെ കണ്ടിട്ട് മൈൻഡാക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ. അപ്പോഴാണ് നമുക്ക് ഇനി പുതിയതായിട്ട് വീഡിയോ ഒക്കെ ഇടാനൊരു ത്വര ഉണ്ടാവും. നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് ഒട്ടിച്ച രീതി നിങ്ങൾ കണ്ടല്ലോ. 1 2 3 2 1. ഇത് ഇങ്ങനെ ഒരു കോണ് പോലെ അങ്ങനെയാണ് ഒട്ടിച്ചെടുത്തത്. ഇനി നമുക്കിതൊന്ന് നടുക്ക് ഇങ്ങനെ സ്റ്റോണ് വെച്ച് ഒട്ടിക്കണ്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോണാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ നൂല് പോലെ വരും. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുത്തതിനതാ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ 2 എണ്ണം നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമുക്ക് ഇനി 2 എണ്ണം കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യേണ്ടതാണ് മെയിൻ പ്രോസസ്സ്. അപ്പോൾ ഞാൻ ഈ ഒരു ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കരണ്ടിക്കുത്തുന്ന ഈ ഒരു ടൂള് ഇതിലേത് വേണം യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഈസി ആയിട്ട് വേണ്ടിയിട്ട് ഞാൻ മറ്റേ കറണ്ടിൻ്റെതാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിനാൽ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് ഐപ്പിന്ന് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഒട്ടിക്കണം. കാരണം നമുക്ക് കമ്മലാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഹാങ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഏത് രീതിയിലാണ് വരേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. കാരണം ഈ ഒരു ഹുക്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊരു കുറച്ച് റേറ്റ് കൂടുതലുള്ള ഒരു ഹുക്കാണ്. ഏകദേശം ഒരു 12 റുപ്പീസ് വരുന്നുണ്ട് ഈ ഒരു കമ്മൽ ഹുക്കിന്. അപ്പോൾ അതിലോട്ട് ഇത് ഞാൻ ചെയ്തെടുക്കുക നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ലെവലിൽ ഐപ്പിന്നിട്ട് ഒട്ടിക്കുക. പിന്നെ അതിൻ്റെ ബാക്കിൽ ഞാനൊരു ഫെൽറ്റ് ഷീറ്റും കൂടി ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പോകാണ്ടിരിക്കണ്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. പിന്നെ ഇനി നമുക്കിത് ഉണങ്ങിക്കഴിഞ്ഞാൽ എന്താക്കാം, നമുക്ക് ആ ഒരു ഇയറിങ്സിൻ്റെ ആ ഒരു ഇത് ജസ്റ്റ് ടൂൾസ് വെച്ചിട്ട് ഒന്ന് വളച്ചെടുത്തിട്ട് ഒന്ന് അതിലേക്ക് ഒന്ന് കോർത്തെടുത്താൽ മതി. ഇതെവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തുറന്നു വരും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലൊരു ഹുക്കാട്ടോ. ഇങ്ങനത്തെ ഹുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇയറിങ്സ് ബേസ് ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത ഇയറിങ് ഇങ്ങനെ ഒന്ന് ഇട്ടുകൊടുത്തതിനാൽ അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കമ്മൽ ആയിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഇയറിങ്സൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് പറ്റുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? പൊളിച്ചില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇത്ര സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഈ ഒരു ഇയറിങ് എൻ്റെ കമ്മലിലിട്ടിട്ട് കാതിലിട്ടിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബായ്.